സോ മക്കളെ, നമ്മൾ ഇന്ന് അസറ്റേറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഇതേപോലെ ഒരു വാഷ് ഗ്ലാസ്സിൽ നിങ്ങൾ നമ്മുടെ സാൾട്ട് എടുക്കുക. ഇത് അസറ്റേറ്റ് ആണ്. സോ ഈ സോൾട്ടിലേക്ക് ഡൈല്യൂട്ട് ആയിട്ടുള്ള നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡുമായിട്ട് നമ്മുടെ സാൾട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക. നിങ്ങൾ നന്നായി റബ്ബ് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ സ്മെല്ല് നോക്കുക. വിനാഗിരിയുടെ സ്മെല്ലാണെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ സോൾട്ടിലെ ആനയോൺ അസറ്റേറ്റ് ആണ്. അതിൻ്റെ കൺഫോമേറ്ററി ടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് കടക്കാം. സോ അസറ്റേറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ പിന്നെ അതിൻ്റെ കൺഫോമേറ്ററി ടെസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് മക്കളെ നമ്മൾ അസറ്റേറ്റിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഒന്നുമില്ല, നമ്മുടെ സാൾട്ട് എടുത്ത് നിങ്ങൾ നന്നായിട്ട് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുക. നന്നായി ഷെയ്ക്ക് ചെയ്ത് നല്ല സൊല്യൂഷൻ ആക്കിയ ശേഷം അതിലേക്ക് ന്യൂട്രൽ ആയിട്ടുള്ള ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ FeCl2 ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്യാണ്. ശ്രദ്ധിച്ച് കാണുക എന്താ മാറ്റം വരിക എന്ന്. നമ്മളിതിലേക്ക് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യാണ്. നോക്കിയേ മക്കളെ, ഒരു റെഡിഷ് ബ്രൗൺ കളറേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഈ റെഡിഷ് ബ്രൗൺ കളറേഷൻ ഇവിടെ ഫോം ചെയ്താൽ ഉറപ്പിച്ചോളൂ നമ്മളുടെ കയ്യിലുള്ള സാൾട്ട് അസറ്റേറ്റ് തന്നെയാണ്.